ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രോസസ്സ്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോഷ്യൽ കേസ് വർക്കിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇവാലുവേഷൻ, ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഇതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഘട്ടമാണ് സ്റ്റഡി, രണ്ടാമത്തേത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ, ദെൻ മൂന്നാമത്തേത് അസസ്മെന്റ്, നാലാമത്തേത് സ്ട്രാറ്റജി ഫോർമുലേഷൻ, 5 ഓർഗനൈസേഷൻ, 6 ആക്ഷൻ, 7 ഇവാലുവേഷൻ ആൻഡ് 8 മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ. ഈ 8 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് പഠനം. ഇവിടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റീവ്സിലും പ്രത്യേകത ക്യാരക്ടറിസ്റ്റിക്സിലും ഡെഫിനിഷനിലും ഒക്കെ പറഞ്ഞായിരുന്നല്ലേ. ഐഡന്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് ആൻഡ് റിസോഴ്സസ് ഇൻ ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളും, കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും റിസോഴ്സസും എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുന്നത് ഈ ഒന്നാമത്തെ ഘട്ടത്തിലാണ്. സ്റ്റഡി എന്ന് പറയുന്ന ഫേസിലാണ്. ഇപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസറും കമ്മ്യൂണിറ്റിയിലെ ആളുകളും കൂടി ചേർന്ന് കമ്മ്യൂണിറ്റിയെ കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്തുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് the social, economic and cultural status of the people and also different problems they faced in the community. അതായത് കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ സാമൂഹ്യ നിലവാരം, സാമ്പത്തിക നിലവാരം, സാംസ്കാരിക നിലവാരം എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലെ ആളുകള് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് വിവിധ മാർഗങ്ങളാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഉപയോഗിക്കുന്നത്. ഇന്റർവ്യൂ, കമ്മ്യൂണിറ്റിയിലെ ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ദെൻ ഒബ്സർവേഷൻ, സർവേസ്, ഡാറ്റ കളക്ഷൻ, മീറ്റിംഗ്സ് വിത്ത് ഗ്രൂപ്പ് ലീഡേഴ്സ്, ദെൻ ഇൻഫോർമൽ ഒപ്പീനിയൻസ്, ദെൻ മാസ് മീറ്റിംഗ്സ്, ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഒക്കെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടാവാം. കുടുംബശ്രീയുടെ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഗ്രാമസഭയുടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുന്നത്. ഈ സമയത്തൊക്കെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ അവിടെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളോട്, ലീഡേഴ്സിനോടൊക്കെ എന്ത് ചെയ്യുക, അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ഒബ്സർവേഷൻ, കമ്മ്യൂണിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ നിരീക്ഷണം നടത്തുന്നു. ദെൻ സർവേസ് കണ്ടക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻഫോർമൽ ആയിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോട് നേരിട്ട് ചോദിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ വേരിയസ് റിസോഴ്സസ് എന്തൊക്കെയാണ്, ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ള വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഈ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പഠനം എന്ന് പറയുന്ന ആദ്യത്തെ ഘട്ടമാണ് പഠനം. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരശേഖരണമാണ് ഈ പഠനത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഇന്ററാക്ഷൻ പാറ്റേൺസ്, ആളുകളുടെ
ഇടപെടലുകളുടെ വിവിധങ്ങളായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ദെൻ ഫെൽറ്റ് നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ വേരിയസ് റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു പഠനം നടത്തുന്നതിലൂടെ കമ്മ്യൂണിറ്റി ഓർഗനൈസർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ പഠനം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ. In this stage, the community organizer together with the community people analyze the information collected through various study methods. കമ്മ്യൂണിറ്റി ഓർഗനൈസറും കമ്മ്യൂണിറ്റിയിലെ ആളുകളും കമ്മ്യൂണിറ്റിയിൽ പഠനം നടത്തിയതിലൂടെ വിവിധങ്ങളായിട്ടുള്ള വിവരശേഖരണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ. അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ ചെയ്യുന്നത്. The problems existing within the community are identified. Analyzing the nature, extent and urgency of the problems, the community organizer helps the community to prioritize their felt needs. കമ്മ്യൂണിറ്റിയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിറ്റിയെ അഫക്ട് ചെയ്തത്, എർജൻസി, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ നേച്ചർ, അതിന്റെ രീതി എങ്ങനെയാണ്, ദെൻ എക്സ്റ്റെൻഡ്, ഏതറ്റം വരെയാണ് അത് ആളുകളെ ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ബാധിച്ചിരിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ദെൻ ഫെൽറ്റ് നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ ആവശ്യമായിട്ടുള്ള നീഡ്സ് അല്ലെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജില് കമ്മ്യൂണിറ്റി ഓർഗനൈസറും കമ്മ്യൂണിറ്റിയിലെ ആളുകളും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നു. At this phase, an in-depth analysis of the problem for intervention is done by the community with the help of the community organizer. The nature, causes, severity, implication and magnitude of the problem and the number of people affected will be studied. Problem identify ചെയ്തു, prioritize ചെയ്തു. അതിനി ഏതൊക്കെ രീതിയിലാണ് ആളുകളെ ബാധിച്ചിരിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ നേച്ചർ എന്താണ്, അതോടൊപ്പം തന്നെ സിവിയറിറ്റി, എത്ര ആഴത്തിലാണ് അത് ആളുകളെ ബാധിച്ചിരിക്കുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം, ഇതെല്ലാം വളരെ എത്ര ആഴത്തിലാണ്, അത് ഏതൊക്കെ രീതിയിലാണ് ആളുകളെ ബാധിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ആളുകളെയാണ് ഈ പ്രശ്നങ്ങൾ ബാധിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അസസ്മെന്റിലൂടെ മനസ്സിലാക്കുന്നു. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസസ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ സ്ട്രാറ്റജി ഫോർമുലേഷൻ, തന്ത്ര രൂപീകരണം. അസസ്മെന്റിൽ നമ്മൾ പ്രശ്നം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിന്റെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങള്, അത് എത്ര ആഴത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി അത് പരിഹരിക്കാനുള്ള മാർഗം രൂപീകരിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഫോർമുലേഷനിലൂടെ ചെയ്യുന്നത്. Based on the causes identified, the organizer together with the community formulate various strategies to solve the problem. അതായത് കമ്മ്യൂണിറ്റി ഓർഗനൈസർ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി പ്രശ്നപരിഹാരത്തിന് വേണ്ടുന്ന വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അതില് ആ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോബ്ലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഫോർമുലേഷനിലൂടെ ചെയ്യുന്നത്. ഫോർ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ്, ഈച്ച് പ്രൊപ്പോസ്ഡ് സ്ട്രാറ്റജി വിൽ ബി അനലൈസ്ഡ് റിഗാർഡിംഗ് ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഫീസിബിലിറ്റി, സസ്റ്റൈനബിലിറ്റി എക്സെട്ര. അതായത് ഓരോ പ്രശ്നവും ഓരോ തന്ത്രങ്ങളും അത് പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ചെലവാനുപാതിക മെച്ചം എന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വേണം. ദെൻ
ഫീസിബിലിറ്റി, അതിന്റെ പ്രായോഗികത നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പൊ ഇത് ഏറ്റവും അനുയോജ്യമായിട്ട്, ഇത് മൂന്നും കൂടി ചേർന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ഫോർമുലേഷനിലൂടെ ചെയ്യുന്നത്. The most suitable strategy will be chosen for implementation. Once it is chosen, the activities required, resources needed, and the time frame will be chalked out as part of the planning. അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രത്യേകമായിട്ടും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ റിസോഴ്സസ് അതിന് ആവശ്യമായിട്ട് ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഫ്രെയിം, എത്ര സമയമാണ് അല്ലെ എത്ര കാലമാണ് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന സ്റ്റേജിൽ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷൻ. Organization is the process of relating persons and facilities in a systematic and effective manner. നമ്മൾ ആദ്യം തൊട്ട് സ്റ്റഡി ചെയ്തു, ദെൻ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, പ്രയോറിറ്റൈസ് ചെയ്തു, അസസ്മെന്റ് ചെയ്തു, സ്ട്രാറ്റജി ഫോർമുലൈസ് ചെയ്തു. ഇനി ഈ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരിക, അതുപോലെ തന്നെ ആളുകളെ സംഘടിപ്പിക്കുക. ആ കമ്മ്യൂണിറ്റിയിലുള്ള വിവിധ കഴിവുകളുള്ള ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരിക ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി. അതായത് നമ്മൾ തീരുമാനിച്ച പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ എന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. In the organizational system, the roles and responsibility of the constituting members must be clearly defined. ഓരോ വ്യക്തികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ദ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷുഡ് ഇൻക്ലൂഡ് അപ്രോപ്രിയേറ്റ് പേഴ്സൺസ് ഫ്രം ദ കമ്മ്യൂണിറ്റി ത്രൂ ഡെമോക്രാറ്റിക് മീൻസ്. കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ തന്നെ സെലക്ട് ചെയ്യുക. അത് കമ്മ്യൂണിറ്റി ഓർഗനൈസറുടെ ഇൻവോൾവ്മെന്റോട് കൂടിയാണ് ചെയ്യുന്നത്. ഡെമോക്രാറ്റിക് മെത്തേഡിലൂടെയാണ് നമ്മൾ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത്. അഞ്ചാമത്തെ സ്റ്റേജ് ആയിരുന്നു ഓർഗനൈസേഷൻ. അപ്പൊ നമ്മളിവിടെ പദ്ധതി കൃത്യമായിട്ട് രൂപീകരിച്ചു, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു. ദെൻ അതിന് വേണ്ടുന്നതായിട്ടുള്ള റിസോഴ്സസും അതുപോലെ തന്നെ ജനങ്ങളെയെല്ലാം അവിടേക്ക് എത്തിക്കുക ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ആക്ഷൻ. തീരുമാനിച്ച കാര്യങ്ങളെല്ലാം, പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ് ഡെവലപ്ഡ് ത്രൂ ഡിസ്കഷൻ ആൻഡ് പ്ലാനിംഗ്. ദ ആക്ഷൻ പ്ലാൻ ഇവോൾവ്ഡ് ഓൺ ദി ചൂസൺ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റഡ് ത്രൂ വേരിയസ് ടാസ്ക് ഗ്രൂപ്പ്സ്. തീരുമാനിച്ച കാര്യങ്ങള് അല്ലെ, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തീരുമാനിച്ച ആ പ്രശ്നം പരിഹരിക്കാനായിട്ട്, കമ്മ്യൂണിറ്റിയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്ത് മാർഗമാണോ നമ്മൾ സ്വീകരിച്ചത് അല്ലെ പ്ലാൻ ചെയ്തത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇപ്പം ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണ്, അല്ലെങ്കിൽ ഡൗറി പ്രോബ്ലം ആണ്, ഏത് പ്രോബ്ലം ആണോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തപ്പം ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ ആവശ്യമായിട്ടുള്ള ആ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിന്റെ പരിഹാര മാർഗങ്ങൾ തീരുമാനിച്ചു, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേഷൻ. അപ്പൊ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൺകറന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതുകൂടാതെ ഫൈനൽ ഇവാലുവേഷനും ഉണ്ട് അല്ലെ. ഇവാലുവേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ടു അസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ടു ചെക്ക് വെദർ ദ ഇന്റൻഡഡ് ഗോൾ ഈസ് അച്ചീവ്ഡ് ഓർ നോട്ട്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച
കാര്യം അല്ലെ ലക്ഷ്യത്തിലേക്ക് എത്തിയോ ഇല്ലയോ, പ്രോഗ്രാം സക്സസ്ഫുൾ ആയോ ഫെയിലിയർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇവാലുവേഷൻ ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് ദി പ്രോഗ്രാം. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേഷൻ ക്യാൻ ബി ഇന്റേണൽ ഓർ external. Internal evaluation will be conducted by the community organizer and the organizing team. അപ്പൊ ഇവാലുവേഷൻ രണ്ടു തരത്തിലുണ്ട്, ഇന്റേണൽ ഇവാലുവേഷനും എക്സ്റ്റേണൽ ഇവാലുവേഷൻ. ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസറും ആ ടീമിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് കൂടിയാണ് ഇന്റേണൽ ഇവാലുവേഷൻ നടത്തുന്നത്. അതായത് ഓരോ സ്റ്റേജിന്റെ ചേഞ്ചസും ഡെവലപ്മെന്റ്സും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഇന്റേണൽ ഇവാലുവേഷനിൽ ചെയ്യുന്നത്. ദെൻ ഫോർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ദ സർവീസസ് ഓഫ് ആൻ എക്സ്പെർട്ട് ഫ്രം ദി ഏജൻസി ഓർ ഔട്ട്സൈഡ് ക്യാൻ ബി മെയ്ഡ് യൂസ്. അതായത് ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന് ഈ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാമിന്റെ റിസൾട്ട് എന്താണെന്ന് വിലയിരുത്തുക. കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ സ്ട്രാറ്റജിയിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റിയോ ഇല്ലയോ എന്ന് ഒന്നെങ്കിൽ നമ്മുടെ ഏജൻസിയിലുള്ള എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വേറെ ഏതെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഫൈനൽ ഇവാലുവേഷൻ നടത്തുന്നു, അപ്പൊ വിലയിരുത്തുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകും അല്ലെ, ഇവാലുവേഷനിൽ പ്രോഗ്രാം സക്സസ്ഫുൾ ആണോ, അല്ലെ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം ഇഫക്റ്റീവ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണോ എന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ. അതായത് ഇവാലുവേഷനിൽ നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ വിചാരിച്ച കാര്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റിയോ, ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റാതിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ കമ്മ്യൂണിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതായത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഒരു പ്രോബ്ലം ആണ് നമ്മൾ പരിഹരിച്ചത്, രണ്ടാമത്തെ പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ വീണ്ടും എന്ത് ചെയ്യുന്നു, പ്രോബ്ലം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തീരുമാനിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏജൻസി. ആ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നോ എന്താ വേണ്ടതെന്നുള്ളത്. അപ്പം മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഇവാലുവേഷൻ വി മേ ഹാവ് ടു ചേഞ്ച് സം പ്രോഗ്രാംസ് ഓർ മോഡിഫൈ ദം. We can modify the program either by mobilizing more resources or by changing the present activities to attend new issues. ഇവാലുവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം സക്സസ്ഫുൾ ആയോ ഫെയിലിയർ ആയോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. മോഡിഫിക്കേഷൻ വരുത്തണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നു അല്ലെ. അപ്പൊ ഇത്രയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. 7 ഘട്ടങ്ങളാണ്: സ്റ്റഡി, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ, അസസ്മെന്റ്, ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഓർഗനൈസേഷൻ, ആക്ഷൻ, ഇവാലുവേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ. അപ്പൊ നമ്മള് പ്രൈമറി മെത്തേഡിലെ മൂന്നാമത്തെ മെത്തേഡായ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും പഠിച്ചു. ദെൻ ഇനി സെക്കൻഡ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.